ഹലോ ഡിയേഴ്സ്, നമുക്ക് വേഗത്തിൽ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി നോക്കിയിട്ട് വന്നാലോ. ഡയറ്റ് ചെയ്യുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ഓട്സ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അരക്കപ്പ് ഓട്സ് അരക്കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള സവാള, പിന്നെ വേണ്ടത് ഒരു സ്മാഷ് ചെയ്ത പൊട്ടറ്റോ, പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും, ഞാൻ ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. കൂട്ടുകാർക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 2 ടീസ്പൂണോളം നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു നല്ല നാടൻ കറിവേപ്പിലയും കൂടെ കുറച്ച് വേണം കേട്ടോ. ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നല്ല പോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ കുഴഞ്ഞ് കിട്ടണം. വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ ഓട്സിന് ആവശ്യത്തിന് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഓൾറെഡി അതിനകത്തുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതെന്താ ഒരു ദോശയുടെ പരുവത്തിനൊക്കെ ബാറ്ററാക്കി എടുത്തിട്ട് നിങ്ങൾക്ക് ദോശ പോലെയൊക്കെ ചുട്ടെടുക്കാം കേട്ടോ. അതും നല്ലൊരു ഓപ്ഷനാണ് ഡയറ്റൊക്കെ നോക്കുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാൻ മറന്നു പോകരുത്. രുചിക്കനുസരിച്ചുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാനിവിടെ ഒരു ചെറിയ ഒരു വടയുടെ രൂപത്തിൽ ഒരല്പം ഓയിൽ ചേർത്തിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. കൂട്ടുകാർക്ക് ഇത് ഇനി എയർ ഫ്രയറിൽ വെച്ച് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ദോശയായിട്ടൊക്കെ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് നമ്മുടെ ബാറ്റർ നോക്കിയാൽ തന്നെ മനസ്സിലാകും, നമ്മുടെ ബാറ്റർ ഭയങ്കര കട്ടിയായിട്ടുള്ളൊരു പരുവമൊന്നുമല്ല, അത്യാവശ്യം ഒരു ലൂസ് പോലെയാണ്. നമുക്ക് സ്പൂണിൽ വേണം ഇതൊന്ന് കോരി വയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കൈ കൊണ്ട് നമുക്കിത് ഷേപ്പാക്കി എടുക്കാൻ പറ്റത്തില്ല, കാരണം ഓട്സിന് എപ്പോഴും ആ ഒരു ഒട്ടുന്ന ഒരു പരുവുണ്ടല്ലോ. നിങ്ങൾക്കിനി ഇത് വേണമെങ്കിൽ ഒരു കുറച്ചുകൂടെ ഒരു ഷേപ്പിനൊക്കെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് അരിപ്പൊടിയോ അല്ലെങ്കിൽ മൈദയോ എന്തെങ്കിലും ചേർക്കാം. പിന്നെ ഞാനിത് കുറച്ച് ഹെൽത്തി ആയിട്ടൊക്കെ നോക്കുന്നവർക്ക്, അതേപോലെ ഡയറ്റൊക്കെ നോക്കുന്ന കൂട്ടുകാർക്ക് കുറച്ചുകൂടെ ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ വേറെ ഒന്നും ഇതിനകത്ത് ചേർക്കാത്തത്. ഇങ്ങനെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. അത്യാവശ്യം നല്ല രുചിയുണ്ട് നമ്മുടെ ഈ ഒരു പലഹാരത്തിന്. പുറം അത്യാവശ്യം നല്ല മൊരിഞ്ഞിട്ട് അകം നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഇനി ഉരുളക്കിഴങ്ങിൻ്റെ ഒക്കെ അളവ് നിങ്ങൾക്ക് കൂടുതൽ എടുക്കണം എന്നുണ്ടെങ്കിൽ, അതൊക്കെ ഇഷ്ടപ്പെടുന്ന മക്കൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങൊക്കെ ഇച്ചിരി കൂടുതൽ ചേർക്കാം. അപ്പോൾ അകം കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് കിട്ടും. എല്ലാവരും ഉറപ്പായിട്ട് നമ്മുടെ ഈ ഒരു സ്നാക്ക് ട്രൈ ചെയ്ത് നോക്കുക. വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റ് ഓപ്ഷനാണ്. കുട്ടീസിനാണെങ്കിലും വലിയവർക്കാണെങ്കിലൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് പറയാം. അത്രയേ ഉള്ളൂ. കീപ് സപ്പോർട്ടിങ് ഡിയേഴ്സ്. സ്റ്റേ സേഫ് ആൻഡ് ഹാപ്പി. ബൈ ബൈ.